الله محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانه سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. പ്രത്യേകാലായി ഇപ്പോൾ ഒരു 11:15 വരെ നമുക്ക് പോയിക്കൂടെ? ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ ഒരു 2 മണിക്കൂർ സമയം ഈ ഉമ്മത്തിൻ്റെ ആദ്യ തലമുറയെ, അതായത് സ്വഹാബത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിമാർ, അവരിൽ നിന്ന് ഈ ഉമ്മത്തിന് കൈമാറി കിട്ടിയ ചില സന്ദേശങ്ങളും അവരാരായിരുന്നു, അവരുടെ മഹത്വം എത്രയാണ്. ഹവാരിയു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ സ്വഹാബികൾ, അസ്ഹാബി അമനത്തുല്ലി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികൾക്ക് അഭയമാണ് എൻ്റെ സ്വഹാബിമാരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസടക്കം ആദ്യ തലമുറയിലെ ആ മഹത്തുക്കളിലേക്ക് നമ്മളൊന്ന് വെളിച്ചം വീശുകയാണ്. അസാ അയ്യം ഫഅനല്ലാഹു ബിഹിം, അവരുടെ ഒരു മദതും ആ സ്വാലിഹീങ്ങളുടെ മഹബ്ബത്തും അവരുമായൊരു ആത്മീയ ബന്ധവും സ്ഥാപിക്കാൻ നമ്മളൊക്കെ കടപ്പെട്ടവരുമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പിയാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ പോലെ അമ്പിയാക്കന്മാർക്ക് ലഭിച്ച അനുയായികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ അനുയായികൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളായ സ്വഹാബിമാരാണ്. സ്വഹാബിമാരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ജീവിതം ഒരു വൈജ്ഞാനിക യാത്രയാക്കി മാറ്റിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ സ്വഹാബികളിലുണ്ട്. 1,10,000 സ്വഹാബിമാരാണ് തങ്ങൾക്കുണ്ടായിരുന്നത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അല്ല, 1,20,000 സ്വഹാബിമാർ തങ്ങൾക്കുണ്ടായിരുന്നു, അങ്ങനെയുമുണ്ട്. സ്വഹാബികളിൽ ഫത്വ നൽകിയിരുന്ന പ്രഗത്ഭ പണ്ഡിതന്മാരുണ്ട്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവരെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തലമുറകളായി കൈമാറി വന്ന അള്ളാഹുവിൻ്റെ ദീനാണ് 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ കൈകളിൽ നിൽക്കുന്നത്. മൻ സ്വഹിബ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാഅതൻ മുഅ്മിനൻ വമാത അലൈഹി, മുഅ്മിനായി ഹബീബായ നബി തങ്ങളെ ഒരിക്കലെങ്കിലും രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. പ്രഗത്ഭരായ ഹബീബിൻ്റെ ജ്ഞാനം ഈ ഉമ്മത്തിന് കൈമാറിയ മഹത്തുക്കൾ. 20,000-ഓളം ആളുകളുമായിട്ട് ഹജ്ജ് ചെയ്തു. അവസാനത്തെ ഹജ്ജ്, ഈ വർഷത്തെ ഹജ്ജിന് ആളുകൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ വിശുദ്ധമായ മക്കയിലേക്ക്, ജന്നത്തുൽ ബഖീ അങ്ങനെയാണ്, എല്ലാവരും VIP-കളാണ്. 10,000 സ്വഹാബിമാർ മദീനയിൽ അന്ത്യവിഷമം കൊള്ളുന്നുണ്ട്. നമ്മൾ അറിയുന്നതും അറിയാത്തതുമായി കിടക്കുന്ന സ്വഹാബിമാർ. 1050 സ്വഹാബിമാർ
ഇറാഖിലെ കൂഫയിലുണ്ട് 1050 സ്വഹാബിമാർ. കൂഫയിൽ മാത്രം, ഇറാഖിലെ കൂഫ എന്ന ഒരൊറ്റ നഗരത്തിൽ 1050 സ്വഹാബിമാർ അന്ത്യവിഷമം കൊള്ളുകയാണ്. 1,20,000-ൽ 10,000 മദീനയിൽ, ബാക്കി 1,10,000 സ്വഹാബിമാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അന്ത്യവിഷമം കൊള്ളുകയാണ്. ഹെംസുൽ 500 സ്വഹാബിമാരുണ്ട്. കൂഫയിൽ 1050 സ്വഹാബിമാർ, മദീനയിൽ 10,000. ബാക്കിയുള്ളവരൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അല്ലാഹുവിൻ്റെ ദഅവത്തിന് വേണ്ടി കടന്നുപോയവരാണ്. അല്ലാഹുമ്മ ഫഷ്ഹദ്, അല്ലാഹുമ്മ ഫഷ്ഹദ്, അല്ലാഹുമ്മ ഫഷ്ഹദ്. അലാ ഹൽ ബല്ലഗ്തുക്കും. അവസാനത്തെ അന്ത്യപ്രഭാഷണം, ഹജ്ജത്തുൽ വിദാ, സ്വഹാബികളോട് യാത്ര പറയുന്ന ഹബീബിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അവസാനത്തെ ഖുതുബ. അള്ളാഹുവിൻ്റെ ഹബീബ് അവിടുത്തെ സ്വഹാബികളോട് ചോദിക്കുകയാണ്, അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടില്ലയോ? ഖാലൂ ബലാ യാ റസൂലല്ലാഹ്. ഉണ്ട് നബിയേ, ഉണ്ട്, അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചു തന്നു നബിയേ. അലാ ഫൽയുബല്ലിഗു ഷാഹിദുൽ ഗായിബ്. ഇവിടെ വന്ന ആളുകൾ, ഇവിടെ വരാത്തവർക്ക് ദീനിൻ്റെ അറിവ് എത്തിച്ചു കൊടുക്കണമേ. ഇത് പറഞ്ഞു. അല്ലാഹുമ്മ ഫഷ്ഹദ്, അല്ലാഹുമ്മ ഫഷ്ഹദ്, അല്ലാഹുമ്മ ഫഷ്ഹദ്. അല്ലാഹുവേ, നീ ഇതിന് സാക്ഷിയാണ്, ഞാൻ ഇവർക്ക് ഇത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാഹ്, നീ ഇതിന് സാക്ഷിയാണ്. അല്ലാഹ്, നീ ഇതിന് സാക്ഷിയാണ് റബ്ബേ എന്ന് 3 തവണ റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജത്തുൽ വിദായിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലാ ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്. ഈ സദസ്സിൽ വന്ന ആളുകൾ, ഇവിടെ വരാത്തവർക്ക് ദീൻ എത്തിച്ചു കൊടുക്കണം എന്ന ഹബീബിൻ്റെ ആജ്ഞയാണ് സ്വഹാബിമാരെ മദീനയിൽ നിന്ന്, മക്കയിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഒരു ദീൻ്റെ ദഅവത്തുമായി പോയി കേരളത്തിലേക്ക് വന്നു, സിന്ധിലേക്ക് വന്നു, ചൈനയിലേക്ക് പോയി, മലേഷ്യയിൽ, ഇന്തോനേഷ്യയിലേക്ക് പോയി, ഫ്രാൻസിലെ, സ്പെയിനിലേക്ക് പോയി, മൊറോക്കോയിലേക്ക്, ലിബിയയിലേക്ക്, അൾജീരിയയിലേക്ക്, ആഫ്രിക്കൻ, നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക്, ഇങ്ങ് ഈസ്റ്റിലേക്ക്, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക്, റഷ്യയുടെ ആദ്യ ഭാഗങ്ങളായി കിടക്കുന്ന തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാനിലേക്ക്, ഉസ്ബെക്കിസ്ഥാനിലേക്ക് സ്വഹാബിമാർ കടന്നുപോയിട്ടുണ്ട്. ലോകത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് അവർ യാത്ര ചെയ്തു. റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. അവരിൽ ബദരീങ്ങളായ മഹാന്മാരെ ഓർക്കുന്ന സദസ്സാണ്. ബദരീങ്ങളെ അവരെ തവസ്സുൽ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുന്ന മജ്ലിസാണ് മജ്ലിസുൻ നൂർ എന്ന് പറയുന്ന ആത്മീയ സദസ്സ്. ആയിരത്തി 50 സ്വഹാബിമാർ കൂഫയിലുണ്ടെന്ന് പറഞ്ഞു. അവിടെ 14 പേർ ബദരീങ്ങളാണ്. 14 ബദരീങ്ങളുണ്ട്. 14 ബദരീങ്ങളായ സ്വഹാബിമാർ കൂഫയിൽ മാത്രമുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ബിത്വാന മഹാനവറുകൾ ഖലീഫയായിരുന്നപ്പോൾ മഹാനവറുകളുടെ കൂടെ കൊണ്ടു നടന്നിരുന്ന സ്വഹാബിമാരിൽ ബഹുഭൂരിഭാഗവും ബദരീങ്ങളായിരുന്നു. ബദരീങ്ങളെ മാത്രം കൊണ്ടുനടക്കുക. ഉമർ റളിയല്ലാഹു അൻഹു ഏത് വിഷയത്തിലും ബദരീങ്ങളോടാണ് അഭിപ്രായം ചോദിക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഏറ്റവും അടുത്ത അവർ കൂടിയാലോചിച്ചിരുന്ന മശ്വറയുടെ അഹ്ലുശൂറ ബദരീങ്ങളായ സ്വഹാബിമാരായിരുന്നു. വമാ യുദ്രീകി യാ ഉമ്മ ഹാരിഥ ഇന്നഹാ ജിനാൻ വ ഇന്ന ഇബ്നക അസ്വാബൽ ഫിർദൗസൽ അഅലാ. നബിയേ, എൻ്റെ മകൻ ഹാരിഥ എവിടെയാണ്? ബദറിൽ ഷഹീദായ സ്വഹാബിയാണ്. എൻ്റെ മകൻ ഹാരിഥ എവിടെയാണ് നബിയേ? അഫിൽ ജന്ന, സ്വർഗത്തിലാണോ നബിയേ? ഫഉഹന്നി, എൻ്റെ മോന് ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കും സ്വർഗത്തിലാണെങ്കിൽ. അം ഫിന്നാർ, അല്ല നരകത്തിലാണോ നബിയേ? ഫഉഅസ്സി. അപ്പോഴാ ഹബീബായ തങ്ങൾ പറയുന്നത്, യാ ഉമ്മ ഹാരിഥ, ഹാരിഥയുടെ ഉമ്മ, നിങ്ങൾ എന്താ വിചാരിച്ചത് സ്വർഗം ഒരു ലോകം മാത്രമാണെന്നാണോ? സ്വർഗമെന്നത് ലോകങ്ങളാണ്. ഇന്ന ഹാരിഥ സ്വാബൽ ഫിർദൗസൽ അഅല,
അള്ളാഹുവിൻ്റെ സ്വർഗലോകത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ശ്രേണികളിൽ ഹാരിഥ എത്തിയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദരിയായ ഹാരിഥ തങ്ങളെക്കുറിച്ച് ഒരു ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം നമുക്കറിയാലോ. ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വളരെ ഗുരുതരമായൊരു വീഴ്ച സംഭവിച്ചു പോയി. മക്കാ വിജയത്തിന് ഫതഹ് മക്കക്ക് നിബിതങ്ങളും സ്വഹാബിമാരും യാത്ര പുറപ്പെടുന്ന വിവരം മക്കയിലേക്ക് പോകുന്ന സാറ എന്ന് പറയുന്നൊരു പെണ്ണിൻ്റെ കയ്യിൽ കത്ത് കൊടുത്തയച്ചു. ആ സംഭവമൊക്കെ നമ്മൾ കേട്ടതാണ്. ആ വിഷയത്തിൽ ഹബീബായ നിബിതങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ, സുബൈർ റളിയല്ലാഹു അൻഹുവിനൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട് ആ കത്ത് കൊണ്ടുവരാൻ. കത്ത് കൊണ്ടുവന്നു. ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിനെ ശിക്ഷിക്കണം. കാരണം ഇത് ഒരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, ഇത് അമാനത്തിനെ ലംഘിക്കലാണ്. കാരണം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രഹസ്യമാക്കി വെച്ചിരുന്ന ആ വാർത്ത മക്കക്കാർക്ക് ചോർത്തിക്കൊടുത്തതല്ലേ, അതിന് ആക്ഷൻ എടുക്കണം എന്ന് സ്വഹാബിമാരുടെ മുമ്പിൽ ചർച്ച വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ, നബിയെ ഇത് നിഫാഖിൻ്റെ പണിയാണ്, ഇത് കപടവിശ്വാസത്തിൻ്റെ പണിയാണ് എന്ന് പറഞ്ഞ് ആ വിഷയത്തെ എതിർക്കാൻ നിൽക്കുമ്പോൾ ഹബീബായ നബി തങ്ങളാ പറഞ്ഞത്, വമാ യുദ്രീക്, ഉമറേ നിങ്ങൾക്കറിയുമോ, ലഅല്ലല്ലാഹ തഅല അലാ അഹ്ലി ബദരിൻ ഫഖാൽ യഅമലൂ മാ ശിഅ്തും ഫഇന്നി ഗഫർതു ലക്കും. ഉമറേ, ബദരീങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ലഅല്ലല്ലാഹ തഅല അലാ അഹ്ലി ബദരിൻ ഫഖാൽ, ലഅല്ല ലിത്തഹ്ഖീഖ്, ലഅല്ലല്ലാഹ തഅല അലാ അഹ്ലി ബദരിൻ ഫഖാൽ, ബദരീങ്ങളോട് അല്ലാഹു പറഞ്ഞിരിക്കുകയാണ് ഉമറേ, യഅമലൂ മാ ശിഅ്തും ഫഇന്നി ഗഫർതു ലക്കും, നിങ്ങൾ എനിക്ക് വേണ്ടി ബദറിൽ ഇറങ്ങിയവരല്ലയോ, നിങ്ങൾ എന്തും ചെയ്തോ, നിങ്ങൾക്ക് ഞാൻ മാപ്പ് ചെയ്തിരിക്കുന്നു. അങ്ങനെ അല്ലാഹു പറയുമ്പോൾ അവരാരും തെറ്റുകളിലേക്ക് പോകില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു അവരോട് അങ്ങനെ പറഞ്ഞു, യഅമലൂ മാ ശിഅ്തും, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഫഇന്നി ഗഫർതു ലക്കും, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിനെ തൊടാൻ പാടില്ല, മഹാനവരോട് ശിക്ഷിക്കാൻ പാടില്ല. നിരുപാധിക നിബിതങ്ങൾ മാപ്പ് കൊടുത്തു. ഒരൊറ്റ കാരണമാണ്, അവർ ബദരിയായ സ്വഹാബിയാണ്. ബദരിയായ സ്വഹാബിയായതിൻ്റെ പേരിൽ നിരുപാധികം മാപ്പ്, ഒരു വലിയൊരു വിഷയമുണ്ടായപ്പോൾ പോലും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ആമനൂ വഹാജറൂ വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഇന്നല്ലദീന ആമനൂ വഹാജറൂ വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹി വല്ലദീന آووا ونصروا أولئك بعضهم أولياء بعض. സ്വഹാബികളെ സംബന്ധിച്ച് അല്ലാഹു മദ്ഹ് പറയുന്ന ആയത്തുകൾ ഒരുപാടുണ്ട്. ഇന്നല്ലദീന ആമനൂ, സത്യവിശ്വാസം എന്താണെന്ന് പോലും അറിയാതിരുന്ന ഒരു കാലത്ത് ഏകനായ അല്ലാഹുവിലുള്ള വിശ്വാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദുമായി വന്നപ്പോൾ ഹബീബിനെ സ്വീകരിക്കുകയും ഈമാൻ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുകയും ചെയ്ത ആളുകൾ, വഹാജറൂ, സ്വന്തം ജന്മനാട്, വീടും കച്ചവടങ്ങളും ഏർപ്പാടുകളും കുടുംബവും എല്ലാം ഉണ്ടായിരിക്കെ മക്ക എന്ന നാടിനോട് എന്നേക്കുമായി വിട ചൊല്ലുന്ന വിധം മദീനയിലേക്ക് ഹിജ്റ ചെയ്തു പോയ സ്വഹാബിമാർ കഴിഞ്ഞില്ല. വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന് ഇഷ്ടമുള്ള വഴികളിൽ അവനവന്റെ കീശയിൽ നിന്ന് സമ്പത്ത് എടുത്തു കൊടുത്തവർ, വഅൻഫുസിഹിം, അവരുടെ ശരീരം പോലും അല്ലാഹുവിന് നൽകിയവർ, വല്ലദീന ആവൗ വനസറൂ, ഹിജ്റ ചെയ്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വെറും കൈയോടെ വന്ന സ്വഹാബിമാരെ മദീനക്കാരായ അൻസ്വാരികളാണ്. ആവൗ,
അവർക്ക് അഭയം നൽകിയത്, ഇരിക്കാനും കിടക്കാനും ഒരു കിടപ്പാടം നൽകിയത്. വനസറൂ, എല്ലാം നഷ്ടപ്പെട്ട് വെറും കയ്യോടെ വന്ന സ്വഹാബിമാർക്ക് അവനവൻ്റെ സമ്പത്ത് പോലും കൊടുത്ത് അഭയവും സഹായവും ചെയ്ത അൻസ്വാരികളെയാണ് അല്ലാഹുവിടെ പറയുന്നത്. ഉലൈക ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്, അവർ പരസ്പരം സംരക്ഷകരാണ്, പരസ്പരം സ്നേഹിതന്മാരാണ്. സ്നേഹത്തിൻ്റെ അടുപ്പത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ വലയം അവർ തമ്മിലാണ്. ഉലൈക ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്. അങ്ങനെ അല്ലാഹു സ്വഹാബിമാരിൽ മുഹാജിറുകളെയും അൻസ്വാരികളെയും വളരെ വ്യക്തമായി ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا. സ്വഹാബിമാരെ കുറിച്ചാണ് ഈ പറയുന്നത്. وعد الله الذين آمنوا منكم, നിങ്ങളിൽ നിന്ന് ഈമാൻ സ്വീകരിച്ചവർ. ഒരു ഭാഗത്ത് അവിശ്വാസം നടക്കുമ്പോൾ അല്ലാഹുവിലുള്ള വിശ്വാസം നെഞ്ചിലേക്കെടുത്തവർ. വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുൻഗാമികൾക്ക് ഭൂമിയിൽ അല്ലാഹു അധികാരവും തസറുഫിനുള്ള അവസരവും നൽകിയതുപോലെ ഇവരെയും സ്വഹാബിമാരെയും അല്ലാഹു ഈ ഭൂമിയിലെ ഖലീഫമാരായി നിയമിക്കുന്നതാണ്. ഇതൊരു പ്രഖ്യാപനമാണ്. ഇത് അല്ലാഹുവിൻ്റെ ഒരു വഅദാണ്, അല്ലാഹുവിൻ്റെ ഒരു കരാറാണ്. വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതദാ ലഹും, അവർക്ക് അല്ലാഹു പൊരുത്തമായി കൊടുത്ത ദീൻ, ആ ദീനനുസരിച്ച് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ അനുയായികളായ സ്വഹാബിമാർക്ക് അല്ലാഹു ചെയ്തു കൊടുക്കുക തന്നെ ചെയ്യും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, പേടിച്ച് ജീവിച്ചിരുന്ന ഒരവസ്ഥക്ക് പകരം സമാധാനം അല്ലാഹു നൽകും. അതിന് അല്ലാഹു ഒരു ഡിമാൻഡാണ് പറഞ്ഞത്. യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ഷൈആ, എന്നെ ആരാധിക്കുകയും ഒരിക്കലും ഷിർക്കിലേക്ക്, ബഹുദൈവ ആരാധനയിലേക്ക് അവർ തിരിച്ചു പോകില്ല എന്ന് അല്ലാഹുവിന് വാക്ക് കൊടുക്കുകയും വേണം. സ്വഹാബിമാരുടെ കാലം ഖിലാഫത്തുർ റാഷിദ, 4 ഖലീഫമാർ, അവർക്ക് ശേഷം വന്ന സ്വഹാബിമാർ ഖിലാഫത്തുർ റാഷിദയിൽ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഗവർണർമാരായി, ഉമറ ആയി ജോലി ചെയ്ത സ്വഹാബിമാർ. അല്ലാഹു അധികാരം നൽകി, അല്ലാഹുർക്ക് ദീനിലെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ഇത് അല്ലാഹു സ്വഹാബികളെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് പറഞ്ഞ വാക്കാണ്. റളിയല്ലാഹു അൻഹും വറളൂ അൻ വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹാ അൽ-അൻഹാർ ഖാലിദീന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അദീം. പോരെ, റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ പൊരുത്തപ്പെട്ടിരിക്കുന്നു. അല്ലാഹു തൃപ്തിപ്പെട്ടവരാണ് സ്വഹാബിമാർ. ഇനി എന്ത് വേണം? അതിലപ്പുറം ഇനി എന്താണ് ഒരു വിശ്വാസിക്ക് വേണ്ടത്? റളിയല്ലാഹു അൻഹും വറളൂ അൻ, അല്ലാഹുവിനെ സംബന്ധിച്ച് സ്വഹാബിമാരും തൃപ്തരാണ്. അല്ലാഹു സ്വഹാബിമാരെ തൃപ്തിപ്പെട്ടു, സ്വഹാബിമാർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇത് റബ്ബ് തആല നൽകിയ സർട്ടിഫിക്കറ്റാണ്. അതുകൊണ്ട് ഒരു സ്വഹാബിയെ സംബന്ധിച്ചു പോലും അനാദരവിൻ്റെ ഒരു വാക്ക് പോലും പറയാൻ പാടില്ലെന്ന് മഹാന്മാർ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. അല്ലാഹു ഇഷ്ടപ്പെട്ടവരാണ്. അവർക്കിടയിൽ നടന്ന പ്രശ്നം, ജബൽ യുദ്ധം നടന്നിട്ടുണ്ട്, സിഫീൻ യുദ്ധം നടന്നിട്ടുണ്ട്, സ്വഹാബിമാർ തമ്മിലുണ്ടായ യുദ്ധമാണ്. ഒരാളെയും കുറ്റപ്പെടുത്തി സംസാരിക്കാൻ പാടില്ല എന്നാണ് ശരീഅത്തിന്റെ നിയമം. ഒരു സ്വഹാബിയെയും നമുക്കതിൽ കുറ്റം പറയാൻ പാടില്ല. ജയിച്ചവരുണ്ട്, തോറ്റവരുണ്ട്.
കുറ്റം പറയാൻ പാടില്ല. അതിലാർക്കാണോ അത് ഇജ്തിഹാദിൻ്റെ വിഷയമാണ്. സത്യം കണ്ടെത്താൻ വേണ്ടി പരിശ്രമിച്ചവരാണവർ. അവരുടെ ഹൃദയത്തിൽ വെറുപ്പില്ല, വൈരാഗ്യമില്ല. അവർ ചെയ്തത് ത്യാഗം ദീനിനാണ്, അല്ലാഹുവിൻ്റെ ഹബീബിനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. അതുകൊണ്ട് അവർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇജ്തിഹാദിൻ്റെ കൂലിയല്ല കൊടുക്കും, പിഴച്ചതിനുള്ള പുറത്തു കൊടുക്കുകയും ചെയ്യും. ഇജ്തിഹാദ് ചെയ്ത് അവരുടെ ആശയം ശരിയായിരുന്നുവെങ്കിൽ 2 കൂലി അല്ല കൊടുക്കും. ഒന്ന് അധ്വാനിച്ചതിൻ്റെ കൂലി, മറ്റൊന്ന് അവർ ചെയ്ത പരിശ്രമത്തിൻ്റെ അവരുടെ ഇജ്തിഹാദിൻ്റെ കൂലിയും, മറ്റൊന്ന് അതിൽ ശരി കിട്ടിയതിൻ്റെ കൂലിയും. ഇപ്പം ശരി കിട്ടിയവർക്ക് 2 കൂലി, തെറ്റുപറ്റിയവർക്ക് 1 പ്രതിഫലം. അങ്ങനെയാണ് സ്വഹാബിമാർ. അതുകൊണ്ടാണ് മുആവിയ തങ്ങളെ സംബന്ധിച്ചും അലി റളിയല്ലാഹുവിനെ സംബന്ധിച്ചുമുള്ള വിഷയം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹു തമ്മിലുണ്ടായ ആശയപ്പിശക് ഒക്കെ ലോകത്തുണ്ടായതാണ്. അതൊക്കെ സ്വഹാബിമാർ നേരിടുകയും അതിലൊക്കെ വലിയ വിഷമം അവർ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഹബീബിൻ്റെ ഒരു ഹദീസിൻ്റെ ഭാഗമാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മത്തികൾക്കുള്ള അഭയമാണ്, എൻ്റെ സ്വഹാബികൾക്കുള്ള അഭയമാണ്. ഞാൻ പോയാൽ എൻ്റെ സ്വഹാബിമാർക്ക് അപകടങ്ങൾ സംഭവിക്കും. ഒരുപാട് ഫിത്നകളുണ്ടായി, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, രാഷ്ട്രീയ ബുദ്ധിമുട്ടുകളുണ്ടായി. അതൊക്കെ ഹബീബായ തങ്ങളുടെ ഒരു പ്രവചനത്തിൻ്റെ ഭാഗം കൂടിയാണെന്ന് ഇൻഷാ അല്ലാഹ് വഴിയെ നമുക്ക് മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദുർ റസൂലുള്ളാഹ് والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ തിരുദൂതർ തന്നെയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്, അവർ അല്ലാഹുവിൻ്റെ നബിയാണ്. ഈ ലോകത്തേക്ക് മനുഷ്യരോട് എന്താണോ പടച്ചതമ്പുരാന് പറയാനുള്ളത് അത് മനുഷ്യരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്ത നബിയാണിത്, അന്ത്യപ്രവാചകരാണിത്. അഫ്ളലുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായവർ, പ്രവാചകന്മാരുടെ നേതാവ്, ഖാതമുൻ നബിയീൻ, പ്രവാചക ശൃംഖലയെ അന്ത്യം കുറിച്ച പ്രവാചകൻ. വല്ലദീന മഅഹ്, എന്നാൽ ഹബീബിൻ്റെ കൂടെയുള്ളവർ അവരാണ് സുഹാബിമാർ. അവരെ പറ്റി ഇനി പറയുന്നത്, അഷിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. സുഹാബിമാർ തൗഹീദിന് വേണ്ടി അടിയുറച്ചു നിന്നവരാണ്. അല്ലാഹു ഏകനാണ്, പടച്ചതമ്പുരാൻ ലോകത്തിൻ്റെ സൃഷ്ടാവ് ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ, ഒരാൾ മാത്രമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ ആശയം ലോകത്ത് പഠിപ്പിക്കാൻ വന്ന ഹബീബായ നബിയുടെ കൂടെ ചേർന്നവർ, അവർ അവിശ്വാസം, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അള്ളാഹുവിനെ നിഷേധിക്കുന്നവരോടും സുഹാബിമാർക്ക് വളരെ വളരെ കണിശമായ നിലപാടുകളുണ്ട്. റുഹമാഉ ബൈനഹും, അള്ളാഹുവിനെ വിശ്വസിച്ച സജ്ജനങ്ങൾ, ഖിബലയുടെ ആളുകൾ, അഹ്ലുൽ ഖിബല, ഹബീബിൻ്റെ കൂടെ നിന്നവർ, ഈമാൻ ചൊല്ലിയവർ, ഷഹാദത്ത് ചൊല്ലിയവർ, അവരെയാണെങ്കിലോ റുഹമാഉ ബൈനഹും, അവർക്കിടയിൽ ഏറ്റവും നല്ല കരുണയുള്ളവരാണ് സ്വഹാബിമാർ. റഹ്മത്ത് തോന്നുക, മുഅ്മിനീങ്ങൾ തമ്മിൽ വലിയ റഹ്മത്ത് വേണം. നമ്മുടെ റഹ്മാനിർ റഹീം. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അഷിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. സുഹാബിമാരെ അല്ലാഹു പരിചയപ്പെടുത്തുന്നു, അവർ പരസ്പരം സ്നേഹമുള്ളവരാണ്.
അവർ പരസ്പരം ഈമാനികമായ ബന്ധത്തിൻ്റെ പേരിൽ കരുണയുള്ളവരാണ്. ആർക്കെന്ത് പ്രതിസന്ധി വന്നാലും കൂടെ നിൽക്കുന്നവരാണ്. ഒരാളുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും അവരാരും പരസ്പരം പറയില്ല. വന്നു പോകുന്ന തെറ്റുകൾക്കവർ ക്ഷമാപണം ചോദിച്ച് അതിന് പ്രായശ്ചിത്തം ചെയ്യുന്നവരാണ്. റുഹമാഉ ബൈനഹും, ആർക്കും ആരോടും അസൂയയില്ല, ആർക്കും ആരോടും വൈരാഗ്യമില്ല, ആർക്കും ആരോടും ഒരു പ്രതികാരവുമില്ല. അത്രമേൽ മുഅ്മിനീങ്ങൾ തമ്മിൽ സ്നേഹത്തിൻ്റെ പാലം പണിതവരാണ് അഷ്റഫുൽ ഖൽക്കിൻ്റെ സ്വഹാബിമാർ എന്ന് പറയുമ്പോൾ മുഅ്മിനീങ്ങളെ നമ്മുടെ മനസ്സുകൾക്കിടയിൽ വന്നുപെട്ടിട്ടുള്ള ഏതെല്ലാം ദുഷിച്ച ചിന്തകളുണ്ടോ ആ ചിന്തകളെ ഈ നിമിഷം പിഴുതെറിയുകയും ഹബീബിൻ്റെ സ്വഹാബിമാർ നമ്മുടെ മാതൃകയാണ്. ഖൈറുൽ ഖുറൂൻ, ഈ ഉമ്മത്തിൻ്റെ ആദ്യകാലങ്ങളിൽ കഴിഞ്ഞു പോയവർ. ആ മാതൃക പിൻപറ്റി നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവേ അല്ലാഹുവേ വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗിൽ ഇഖ്വാനൻ അലാ സുറുരിൻ മുതഖാബിലീൻ എന്ന് സ്വർഗ്ഗലോകത്തെക്കുറിച്ച് പറഞ്ഞ പോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ എല്ലാ ഗില്ലും ഹസദും എല്ലാം എടുത്തു മാറ്റി റബ്ബേ തൽസാനത്ത് റഹ്മത്തും ഷഫഖത്തും വുദ്ദും വിദാദും അല്ലാഹുവേ നീ നിറച്ചു തരേണമേ. റുഹമാഉ ബൈനഹും, സ്വഹാബികളെ പറ്റി പരിചയപ്പെടുത്തുന്ന സ്വഭാവം പറയാം അല്ലാഹു, അവർ പരസ്പരം കരുണയുള്ളവരാണ്. ഈ കാരുണ്യം നഷ്ടപ്പെട്ടു പോകരുത്. തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാനാ. ഇവരിൽ ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. തറാഹും റുക്അൻ സുജ്ജദ, ഏറ്റവും കൂടുതൽ ആരാധനയ്ക്ക് ഇബാദത്തിന് സമയം കണ്ടെത്തിയവരാണ് സ്വഹാബിമാർ. റുകൂഇലും സുജൂദിലും കിടക്കുന്നവരായിട്ടാണ് അവരെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. തറാഹും റുക്അൻ സുജ്ജദ, അവർ ഏറ്റവും കൂടുതൽ റുകൂഉം സുജൂദും നിർവഹിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിസ്കാരം സുന്നത്തും നഫലും റവാത്തിബും എല്ലാം നിർവഹിക്കുന്നവർ, ഖിയാമുൽ ലൈലും തഹജ്ജുദുമുള്ളവർ. യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാനാ, സ്വന്തം കർമ്മങ്ങൾക്ക് പ്രതിഫലം, ആരുടെയും ഒരു പ്രശംസയോ ഒരു ഫോട്ടോയോ ഏതെങ്കിലും ഒരു അഭിനന്ദനമോ ഒരു കയ്യടിയോ ഒന്നും പ്രതീക്ഷിക്കാതെ തങ്ങൾ ചെയ്യുന്ന നന്മകൾക്ക് അള്ളാഹു പ്രതിഫലം തരും. അള്ളാഹുവിൻ്റെ പൊരുത്തം മതി, റബ്ബിൻ്റെ പൊരുത്തം മതി എന്ന് മാത്രം ചിന്തിച്ച് അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യുന്നവർ. ഒരു വലിയൊരു ക്വാളിറ്റി അല്ലേ അത്? നമ്മളെപ്പോഴേക്കും ഫോട്ടോ എടുക്കും, നമ്മളെപ്പോഴേക്കും അത് ഷെയർ ചെയ്യും, എപ്പോഴേക്കും ആളുകൾ നമ്മൾ ചെയ്യുന്ന നന്മ അറിയണം എന്ന് ആഗ്രഹിച്ചു പോകുന്നു. അങ്ങനെ ഉണ്ടാവരുത്. യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാനാ, അല്ലാഹുവേ നിന്റെ ഔദാര്യം ഞങ്ങൾക്ക് വേണം റബ്ബേ, നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് വേണം എന്ന ചിന്തയിൽ ജീവിക്കുന്നവരാണ്. ആ സ്വഹാബിമാരെ എവിടെ വെച്ച് കണ്ടാലും അവരുടെ മുഖത്ത് കാണുന്ന ഒരു മുഖശ്രീ, അവരുടെ മുഖത്ത് കാണുന്ന ഒരു വെളിച്ചമുണ്ട്. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ്, സുജൂദിൽ തലവെച്ചതിൻ്റെ പേരിൽ, സുജൂദിൽ നെറ്റിവെച്ചതിൻ്റെ പേരിൽ അവരുടെ മുഖങ്ങളിൽ അല്ലാഹു ഒരു പ്രകാശം കൊടുത്തിട്ടുണ്ട്. സുജൂദ് ചെയ്ത സ്കിന്നിൻ്റെ ആ ഒരു റബ്ബ് ചെയ്ത അടയാളം എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നതെന്നാണ്. മുഖത്തൊരു പ്രകാശമുണ്ട് സ്വഹാബികൾക്ക്, അത് മുഅ്മിനീങ്ങൾക്കൊക്കെ കിട്ടണം. അല്ലാഹു നമുക്കത് നൽകട്ടെ. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ്, നാളെ ഖിയാമത്ത് നാളിൽ ഈ ഉമ്മത്തിനെ ഹബീബായ നബി ഞങ്ങൾക്ക് തിരിച്ചറിയാൻ അല്ലാഹു നൽകുന്ന അടയാളവും സുജൂദിൻ്റെ വെളിച്ചമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിൽ പോയി ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ഏതെങ്കിലും വിശ്വാസികൾ അള്ളാഹു അവർക്ക് ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് കൊടുത്തില്ല എങ്കിൽ അവർ അള്ളാഹു നിശ്ചയിക്കുന്നൊരു കാലയളവ് നരകത്തിൽ പോകേണ്ടി വരും. അല്ലാഹുവേ കാത്തിരക്ഷിക്കണേ റബ്ബേ. ഒരു നിമിഷം പോലും നരകത്തിൽ കടക്കാതെ നിന്റെ ഔദാര്യം കൊണ്ട് റബ്ബേ സ്വർഗത്തിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. നരകത്തിലെങ്ങാനും അങ്ങനെ പെട്ടുപോകുന്ന ഈമാനുള്ള ആളുകൾ,
അവരൊരിക്കലും സ്ഥിരം നരകത്തിലാവില്ല. ഈമാനുള്ളവർ എന്നെങ്കിലും അവരെ സ്വർഗത്തിലേക്ക് തിരിച്ചു വരുന്നവരാണെന്ന് നബി തങ്ങൾ പറയുന്ന ആ ഒരു ഹദീസിലുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസിലുണ്ട് മുഅ്മിനീങ്ങളായ ആളുകൾ അവരുടെ വേണ്ടപ്പെട്ടവരെ നരകത്തിലേക്ക് പോയാൽ അവരെ ഞങ്ങൾക്ക് വേണം റബ്ബേ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ നിൽക്കുമ്പോൾ അവർക്ക് അല്ലാഹു നരകത്തിൽ ചെന്ന് അവരെ പിടിച്ചു കൊണ്ടുവരാൻ അവസരം നൽകുമ്പോൾ നരകത്തിൻ്റെ തീയിൽ കരിക്കട്ടയായി മാറുന്ന അവസരത്തിൽ പോലും, ആ സമയത്ത് പോലും ദുന്യാവിൽ അല്ലാഹുവിന് സുജൂദ് ചെയ്തവരുടെ നെറ്റിത്തടങ്ങളിൽ പ്രകാശമുണ്ടായിരിക്കും. ആ പ്രകാശം കൊണ്ടവരെ പെട്ടെന്ന് തിരിച്ചറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരിസ് സുജൂദ് അഖറബു മാ യകൂനുൽ അബ്ദു ഇലല്ലാഹി വഹുവ സാജിദ്. നമ്മൾ അല്ലാഹുവിലേക്ക് മുന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി തക്ബീർ കെട്ടി നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിസ്കാരത്തിൽ നമ്മൾ നിൽക്കുന്നുണ്ട്, റുകൂഉണ്ട്, സുജൂദുണ്ട്, ഇരുത്തമുണ്ട്. ഈ പൊസിഷനുകളിൽ അല്ലാഹുവിലേക്ക് നമ്മൾ ഏറ്റവും അടുക്കുന്നത് വഹുവ സാജിദ്, നമ്മൾ സുജൂദിൽ കിടക്കുമ്പോഴാണ്. ഫഅക്തിറൂ ഫീഹ ദുആ. അതുകൊണ്ട് നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഒറ്റക്ക് നിങ്ങൾ നിസ്കരിക്കുമ്പോഴേ സുജൂദിൽ കിടന്ന് ദുആഇനെ വർദ്ധിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സുജൂദ് പരമമായ സമർപ്പണമാണ്. അല്ലാഹുവിന് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ പരമമായ നമ്മുടെ നിന്യത്വം. നമ്മൾ ഒന്നുമല്ല റബ്ബേ, ഞാൻ ആരുമല്ല, ഒന്നുമല്ല എന്ന് അല്ലാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ വിളിച്ചു പറയുന്ന നിസ്കാരത്തിൻ്റെ ഏറ്റവും കനപ്പെട്ട ശ്രേഷ്ഠതയേറിയ ഒരു ഭാഗം സുജൂദാണ്. ആ സുജൂദിൽ അല്ലാഹുവിലേക്ക്, റബ്ബിലേക്ക് മനസ്സ് കൊടുക്കണം. അല്ലാഹുവേ, ഞാൻ താഴെ എന്ന് മാത്രമല്ല, ഭൂമിയോളം മണ്ണിനോളം താഴെയാണ്. നീ വിണ്ണിനപ്പുറം, നിന്റെ ഖൽഖിനപ്പുറം അല്ലാഹുവേ നീ ഉന്നതിയിലാണ് എന്ന്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരിസ് സുജൂദ്. എൻ്റെ ഹബീബിൻ്റെ സ്വഹാബിമാരെ എത്രയെല്ലാം ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ വെച്ച് നിങ്ങൾ കണ്ടുമുട്ടിയാലും അവരുടെ മുഖങ്ങളിൽ സുജൂദിൻ്റെ വെളിച്ചമുണ്ട്. സുജൂദിൻ്റെ അടയാളം എൻ്റെ സ്വഹാബിമാരുടെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇങ്ങനത്തെവരാണ് എൻ്റെ ഹബീബിൻ്റെ സ്വഹാബിമാരെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാണ് നമുക്ക് ഹദീസുകൾ പറഞ്ഞു തന്നത്. ഹദീസുകൾ നമ്മളിലേക്ക് കൈമാറിയത് ഈ സ്വഹാബികളിലൂടെയാണ്. 1500ഓളം സ്വഹാബിമാരാണ് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തത്. 1500 സ്വഹാബിമാർ ഹദീസിൻ്റെ റാവിമാർ മാത്രമായിട്ട് തന്നെയുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മാത്രം, മുസ്നദിൻ്റെ ഇമാം, ഹംബലി മദ്ഹബിൻ്റെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ മാത്രം 937 സ്വഹാബിമാരിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. 937 സ്വഹാബിമാർ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ റിവായത്തിൽ തന്നെ മാത്രം കാണാൻ പറ്റും. പിന്നെ സുഹാഹു സിത്തകളിൽ വന്നിട്ടുള്ള റാവിമാർ ഒരു 300ഓളം സ്വഹാബിമാർ. അങ്ങനെ വരുമ്പോൾ ഏകദേശം 1000-ന് മുകളിൽ സ്വഹാബിമാരുടെ റിവായത്തുകളിലൂടെയാണ് ഈ ദീൻ നമ്മുടെ കൈകളിലേക്ക് അള്ളാഹു നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഹദീസ് പറയുമ്പോൾ, കേൾക്കുമ്പോൾ നമ്മളതിന് ഹബീബായ നബി തങ്ങളോട് കടപ്പെട്ടിരിക്കുകയാണ്, അവിടുത്തെ സ്വഹാബിമാരോട് കടപ്പെട്ടിരിക്കുകയാണ്. അവരോടുള്ള സ്നേഹം ഇതൊരാത്മബന്ധമാണ്. ദീൻ എന്ന് പറയുന്നത് ആത്മബന്ധത്തിൻ്റെ സിൽസിലകളാണ്. ഇതാണ് ഈ ത്വരീഖത്ത് എന്ന് പറയുന്നത്. ഇതാണ് മശായിഖന്മാരുമായി ബന്ധം, ആത്മിക ബന്ധം സ്ഥാപിക്കണം എന്ന് പറയാൻ കാരണം. സ്വഹാബിമാർ താബിഈങ്ങൾക്ക് കൈമാറുന്നു, താബിഈങ്ങൾ അതൊരു ഹദീസിൻ്റെ ഒരു ട്രാൻസ്മിഷൻ മാത്രമല്ല എന്നാണ്. അത് അവരുടെ ശഖ്സിയ്യ, അവരുടെ ഈമാനികമായ ആത്മീയമായ അവരുടെ വെളിച്ചം കൈമാറുകയാണ്. ഖാബിറൻ അൻ ഖാബിർ, തലമുറകളായി, സംഘങ്ങളായി ആ ഒരു താഴ്വരി. അതാണ് നമ്മൾ ഖാരിയങ്ങൾ, ഖിറാഅത്തുള്ള ഹാഫിളീങ്ങളായ ആളുകൾ, അവർക്ക് സനദ് വേണമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആ ഹിഫ്ള് റസൂലുള്ളാഹി തങ്ങളിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നത് വരെയുള്ള സിൽസിലയുണ്ട്. തസൗഫിൻ്റെ സിൽസിലയുണ്ട്, ഫിഖ്ഹിന് സിൽസിലയുണ്ട്, ഹദീസിന് ഇങ്ങനെ പോകുന്ന ചെയിനുണ്ട്, സിൽസിലയുണ്ട് തങ്ങളിലേക്ക് എത്തുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു ആത്മീക ബന്ധം അത് മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു സൗഭാഗ്യമാണ്. ഇന്ന് ലോകത്തതിന് അവസരങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ്
അള്ളാഹു സജ്ജനങ്ങളെ കണ്ടുമുട്ടാനും അവരുമായി അടുപ്പം സൃഷ്ടിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വല്ലൈനൽ മഗ്രിബ മഅ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു, പേര് കേട്ട സ്വഹാബിയാണ്, യമനിയാണ് അബൂ മൂസൽ അശ്അരി. അശ്അരികളൊക്കെ യമനികളാണ്. അൽ ഈമാനു യമാനിൻ വൽ ഫിഖ്ഹു യമാനിൻ വൽ ഹിക്മതു യമാനിയ ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ യമനികളുടെ ഈമാനാണ്. ദീനിൻ്റെ ഫിഖ്ഹ്, ദീൻ മനസ്സിലാക്കുന്നത് യമനികൾ മനസ്സിലാക്കിയതാണ്. തത്വജ്ഞാനം യമനികളുടേതാണ് എന്ന് നബി തങ്ങൾ പറയാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ മൂസൽ അശ്അരി തങ്ങൾ തന്നെയാണ് അതിൻ്റെ ഒരു റാവി. മഹാനൂർ അഭിമാനത്തോടെ പറയുമായിരുന്നു ഇതൊക്കെ. യമനികളെ സംബന്ധിച്ച് പറയുന്ന, യമനികളുടെ ഫضل പറയുന്ന ഹദീസുകൾ അധികവും അബൂ മൂസൽ അശ്അരി തങ്ങളായിരിക്കും റിവായത്ത് ചെയ്തിട്ടുണ്ടായിരിക്കുക. സ്വഹാബിമാർ അബൂ മൂസൽ അശ്അരി തങ്ങളെ കാണാൻ വേണ്ടി ഒരു യമനികൾ, യാ അബാ മൂസ, അബൂ മൂസൽ അശ്അരി അഖ്ബിർന, ഞങ്ങൾക്ക് നിങ്ങൾ ഖബർ റസൂലില്ലാഹി അനിൽ യമനിയീൻ, യമനികളെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു തന്നാട്ടെ എന്ന് മഹാനവരോട് ചോദിച്ചു പഠിക്കുമായിരുന്നു നാം. ഈ പറയുന്ന ഹദീസ് സ്വഹാബിമാരെ സംബന്ധിച്ച് നബി തങ്ങൾ അവരാരാണെന്ന് തങ്ങൾ പഠിപ്പിക്കുകയാണ്. സ്വല്ലൈനൽ മഗ്രിബ് മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളോടൊപ്പം ഞങ്ങൾ ഒരു ദിവസം മഗ്രിബ് നിസ്കരിച്ചു. ഹബീബായ തങ്ങൾ മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ അവർക്ക് ചില നസീഹത്തുകൾ നൽകുമായിരുന്നു, ചില ഉറുദികൾ, വഅദ്. അവിടെ ദിക്ർ ചൊല്ലും, ഹദീസുകൾ പറഞ്ഞു കൊടുക്കും. അപ്പം ഞങ്ങൾ പറഞ്ഞു, സുമ്മ ഖുൽനാ ലൗ ജലസ്നാ ഹത്താ നുസല്ലിയ മഅഹുൽ ഇശാ. ഇശാ നിസ്കാരം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു ഹബീബിൻ്റെ കൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫജലസ്നാ ഫഖറജ അലൈനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി ഞങ്ങളിലേക്ക് ഇറങ്ങി വന്നു. മഗ്രിബ് കഴിഞ്ഞ് ഒരൽപ്പം സദുപദേശങ്ങൾ കൊടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോയിരുന്നു. തിരിച്ച് ഇശാഇൻ്റെ നേരം പള്ളിയിലേക്ക് വന്നപ്പോൾ സ്വഹാബിമാർ വലിയൊരു സംഘം അൽ മസ്ജിദുൻ നബവി, പുണ്യനബിയുടെ അൽ മസ്ജിദുൻ നബവിയിൽ അവരിയ്ക്കുകയാണ്. അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാസിൽതും ഹാഹുനാ, അബൂ മൂസ നിങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നോ? ഖുൽനാ യാ റസൂലല്ലാഹി സ്വല്ലൈനാ മഅകൽ മഗ്രിബ്. അതേ നബിയെ, ഞങ്ങൾ അങ്ങയുടെ കൂടെ മഗ്രിബ് നിസ്കരിച്ചു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇശാ കഴിഞ്ഞിട്ട് പോയാൽ മതിയല്ലോ, അങ്ങയുടെ കൂടെ ഇശാവും നിസ്കരിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ്. തങ്ങൾ പറഞ്ഞു, അഹ്സൻതും, നിങ്ങൾ നല്ലതാണ് ചെയ്തത്. അങ്ങനെ ഫറഫഅ റഅസഹു ഇലസ്സമാ, പുണ്യനബി ആകാശത്തേക്ക് ഇങ്ങനെ നോക്കാൻ തുടങ്ങി. ഫകാന കസീറൻ മാ യർഫഉ റഅസഹു ഇലസ്സമാ. ഹബീബായ നബി തങ്ങൾ ഒരുപാട് സമയം പലപ്പോഴും പുണ്യനബി ആകാശത്തേക്ക് കണ്ണുയർത്തി നോക്കുന്നത് സ്വഹാബിമാർ കാണുന്നുണ്ട്. തങ്ങൾ ഏറ്റവും കൂടുതൽ ആകാശത്തേക്ക് നോക്കി ഇരിക്കുമായിരുന്നു. പ്രത്യേകിച്ച് രാത്രി സമയം ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, അന്നുജൂമു അമനതുൽ ലിസ്സമാ, ആകാശലോകത്തിൻ്റെ സംരക്ഷണമാണ് നക്ഷത്രങ്ങൾ. ആകാശത്തെ നക്ഷത്രങ്ങളുണ്ട്. അന്നുജൂമു അമനതുൽ ലിസ്സമാ, നക്ഷത്രങ്ങൾ ആകാശത്തിൻ്റെ സംരക്ഷണമാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു അതിന് വ്യാഖ്യാനം കൊടുത്തത്, ആകാശത്തെ നക്ഷത്രങ്ങളെങ്ങാനും ഉതിർന്നു വീണാൽ ആകാശം എല്ലാം തകർന്നടിയും, അത് ഖിയാമത്തിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് നക്ഷത്രങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടോ, ഖിയാമത്ത് നടന്നില്ല എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് ആകാശത്തിൻ്റെ സംരക്ഷണം നക്ഷത്രങ്ങളുടെ ഈ സ്ഥാനങ്ങളിലുണ്ട് എന്ന് മഹാനായ ഇമാം നവവി തങ്ങൾ അതിന് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. മാസിൽതും ഹാഹുന, ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നോ എന്ന് ചോദിച്ച്, അഹ്സൻതും, നിങ്ങൾ ചെയ്തത് നന്നായി. ഒരു ഇൻതിളാറു സ്വലാത്തി ബഅദ സ്വലാ, ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരമാകുന്നവരെ പള്ളിയിൽ വിശ്രമിക്കുന്നത് അല്ലെങ്കിൽ നിസ്കാരത്തെ കാത്തിരിക്കുന്നത് ഒരു ഇബാദത്താണ്. പ്രത്യേകിച്ച് ഒന്നുകിൽ ദുഹർ അസറിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ മഗ്രിബ് ഇശാ. മഗ്രിബ് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ പോകുന്നില്ല, പള്ളിയിൽ തന്നെ ഇരിക്കുകയാണ്. ഖുർആൻ ഓതിയിട്ടും ദിക്ർ ചൊല്ലിയിട്ടും ഹദാദ് റാത്തീബ് ചൊല്ലിയിട്ടും ഔറാദുകളും വിർദുകളും ചൊല്ലിയിട്ടും അവിടെ ഇരിക്കുക ഇശാ വരെ. ദാലികുമുർ റിബാത്ത്, ഒരു രാജ്യത്തിൻ്റെ ബോർഡർ സംരക്ഷിക്കാൻ വേണ്ടി സൈന്യം ചെയ്യുന്ന കാത്തിരിപ്പ് പോലെ, ഉറക്കൊഴിഞ്ഞ് ഒരു രാജ്യത്തിൻ്റെ ബോർഡർ കാക്കാൻ വേണ്ടി സൈന്യം ചെയ്യുന്നതിന് റിബാത്ത് എന്ന് പറയും. അത് ഭയങ്കര കൂലിയാണ്.
അതുപോലത്തെ പ്രതിഫലം ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നിസ്കാരം കഴിഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്യുക, അടുത്ത ബാങ്ക് കൊടുക്കുന്നവരെ. പ്രത്യേകിച്ച് ദുഹർ, അസർ, മഗ്രിബ്, ഇശാ അതായിരിക്കും അതിന് സൗകര്യം കൂടുതൽ. കാരണം ചെറിയ സമയം ആ രണ്ട് നിസ്കാരങ്ങൾക്കിടയിലാണ് കിട്ടുന്നത്, അല്ലേ? റിബാത്ത് ഭയങ്കര കൂലിയാണ്, വലിയ പ്രതിഫലമാണ്. ആകാശത്തേക്ക് കണ്ണുയർത്തിയിട്ട് അവിടെ നിന്ന് പറയുകയാണ്, അന്നുജൂമു അമനതുൽ ലിസ്സമാ ഫഇദാ ദഹബത്തിൻ നുജൂമു അത്തസ്സമാഅ മാ തുഅദ്. നക്ഷത്രങ്ങൾ ആകാശത്തിൻ്റെ സംരക്ഷണമാണ്. നക്ഷത്രങ്ങളെങ്ങാനും മൺമറഞ്ഞു പോയാൽ, കാണാതെയായി പോയാൽ, നശിച്ചു പോയാൽ ആകാശലോകങ്ങൾക്ക് എന്താണോ കരാറ് ചെയ്യപ്പെട്ടത് അത് സംഭവിക്കും, ഖിയാമത്ത് സംഭവിക്കും.